മുടി വെട്ടിയാലോ? ഈ എന്നെ അല്ലായിരിക്കും നിങ്ങൾ ഇനി കാണുന്നത്. ബ്രിഞ്ചോൾ ഫ്രൈ വല്ലാണ്ട് ഫ്രൈ ആയിപ്പോയി. മൈ ഗോഡ്. ഇങ്ങനെ ഒരു നാരോ സ്പേസിലൂടെയാണ് നമ്മൾ പോകുന്നത്. നോക്ക്. Guys, this is a magical feeling. Hey guys, welcome to the two of us. ഇന്ന് two of usൽ ഞാൻ മാത്രമേ ഉള്ളൂ. ബിക്കോസ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് സംസാരിക്കാൻ എനിക്കൊരു ഇതുണ്ടല്ലോ, അപ്പം ഞാൻ വീട്ടിൽ നിന്ന് സംസാരിച്ച് പഠിക്കാം. പഠിച്ചിട്ട് നമുക്കൊന്നും ആരും ഇല്ലല്ലോ ഗൈസ്. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഒരാൾ ഇവിടെ നിന്ന് എല്ലാം ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എന്നെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഐ എം ഗോയിങ് ടു ടേക്ക് എ ഷവർ. അപ്പം ഞാൻ അതിന് മുന്നേ വാട്ട് ഐ ഡു അങ്ങനെ ഐ ജസ്റ്റ് വാണ്ടഡ് ടു എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പം എൻ്റെ മുടി ഫുൾ ഇങ്ങനെ പൊഴിഞ്ഞു പോവുക. ഞാൻ എൻ്റെ സംതിങ് ദാറ്റ് ഐ ലീസ്റ്റ് കെയർ എന്ന് പറയുന്നത് ഇസ് മൈ ഹെയർ ആൻഡ് മൈ ഫേസ്. ഐ ഡോണ്ട് കെയർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നെ എൻ്റെ തലയ്ക്ക് ഭയങ്കര ഡ്രൈ ആയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. സോ ഐ തോട്ട് ഓഫ് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിക്കാം. എന്നിട്ട് ഐ ഷോ യു ഹൗ ഐ കേളി ഹെയർ റുട്ടീനൊന്നും ഇല്ല. ആൻഡ് നോക്കൂ, സി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ, ഞാനിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മൈ ഹെയർ വാസ് ലൈക്ക് വരുന്നില്ലല്ലോ ഒന്നും ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം എൻ്റെ മുടി ഇങ്ങനെ പോകാനുള്ളതിൻ്റെ ഒരു റീസൺ മെയിനായിട്ടെന്ന് വെച്ചാൽ വിറ്റമിൻ ഡി എനിക്ക് ഭയങ്കര കുറവാണ്. ഞാനൊരു 4 months മുന്നേ നോക്കിയപ്പോഴത്തേന് എനിക്ക് 13 ആയിരുന്നു. അതിന് മുന്നേ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ബിക്കോസ് അതിന് 2 years മുന്നേ നോക്കിയപ്പോൾ എനിക്ക് 12 ആയിരുന്നു, ഒന്ന് കൂടി. അപ്പം നമ്മൾക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നു മിനിമം ഒരു 25 എന്തോ വേണം തോന്നല്ലടാ. ഒന്ന് പറ, വിറ്റമിൻ ഡി വേണം. പിന്നെ അത് ജനറൽ നോളജ് ഇല്ല. സോ എനിക്കിങ്ങനെ എന്റെ മുടി മുടി വെട്ടിയാലോ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കടയിൽ പോയി വെട്ടണം. ബിക്കോസ് എനിക്ക് എങ്ങനെയാണെങ്കിലും പ്രശ്നം. അത് ഞാനൊരു ഹെയർ സ്റ്റൈലിസ്റ്റും കൂടെ ആയതുകൊണ്ട് ഐ ക്യാൻ ഡു ഇറ്റ് ഫോർ ഫ്രീ. അപ്പൊ ഞാൻ ഓൾറെഡി എനിക്ക് മുടിയില്ല. അപ്പൊ പിന്നെ ഇച്ചിരി പോയാലും എനിക്ക് കുഴപ്പമില്ല. അപ്പം ഒത്തിരി ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ കെയർ ചെയ്യുന്നത്. എനിക്ക് മടിയാണ് ബേസിക്കലി. അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ മടി ഇതിനെ ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പം എനിക്ക് മുടി ഇങ്ങനെ ഇച്ചിരി പോലും അങ്ങനെ ഇച്ചിരി നീളം വെക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു തുള്ളിയേ ഉള്ളൂ, ഇത് ഇച്ചിരി വെട്ടാന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ എൻ്റെ മുടിയിൽ എണ്ണ തേച്ചേക്കുവാണ്. അതിന് എണ്ണ തേച്ചിട്ടൊന്നും ആരും ഇതൊന്നും ചെയ്യത്തൊന്നും ഇല്ല. പക്ഷെ നമുക്ക് നോക്കാം. ഒരു സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ സ്ലീക്ക് സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്ത് രസമല്ല അവരെ കാണാൻ. നമ്മളൊക്കെ ചെയ്ത എന്തൊരു വൃത്തികേട്. നീ വെട്ടിക്കോ എത്ര വേണേലും. നമ്മളിപ്പോൾ മുടിയൊക്കെ വെട്ടി. ഇനിയും ഞാനൊന്ന് കുളിച്ചൊന്ന് ഷാമ്പൂ ഒക്കെ ചെയ്തിട്ട് നോക്കട്ടെ. എൻ്റെ നീളം ഫുൾ പോയി. ഐ വിൽ ബി ബാക്ക് വിത്ത് ഈ എണ്ണ അല്ലായിരിക്കും നിങ്ങൾ ഇനി കാണുന്നത്. കേളി ഹെയറുള്ള എണ്ണയായിരിക്കും കാണുന്നത്. സോ ഞാൻ പോയി കുളിക്കട്ടെ. ഞാൻ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് എൻ്റെ വാഷ്റൂം. മുകളിലത്തെ വാഷ്റൂമിൽ കുറച്ചുകൂടെ നല്ല വെട്ടം. അതുകൊണ്ട് ഞാൻ മുകളിൽ പോയത് മുടിയൊക്കെ ചെയ്യുന്ന ഇങ്ങനെ കാണിക്കാം. സോ ഇത് ആക്ച്വലി ഇനി ഡ്രൈ ആവണം. ഡ്രൈ ആയാലേ ഇതെങ്ങനെയാ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് പ്രിപ്പയർഡ് ലഞ്ചൊക്കെ ഓൾറെഡി പ്രിപ്പയർഡാ. ജസ്റ്റ് ഒന്ന് വർക്ക് എടുക്കുക ഒക്കെ ചെയ്താൽ മതി. ഷുഗറൊക്കെ ഇന്ന് നമുക്ക് ലഞ്ചിന് ചോറാണ്. ചോറ് ഇസ് റെഡി. ഇത് നമുക്ക് ബ്രിഞ്ചോൾ ഫ്രൈ ചെയ്യാൻ പോവാം. ആൻഡ് നമുക്ക് ഇച്ചിരി സാമ്പാറുണ്ട്, ചീരത്തോരനുണ്ട്. ആൻഡ് വി ഓൾസോ ഹാവ് ഇന്നലെ മെനയാന്ന് വെച്ച മീൻ കറിയും. ദിസ് ഇസ് ട്യൂണ മീൻ കറി. എന്നെ ചെയ്യാൻ പോവാ. ഈ സാധനം ഫ്രൈ ചെയ്യട്ടെ. വെട്ടിക്കഴിഞ്ഞുള്ള ഫൈനൽ ഔട്ട്. ഇത് ഡ്രൈ ആയിട്ടില്ല. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് എ ഫൈനൽ ഔട്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ബാക്ക് യാർഡ് കാണിച്ചു തരാം. ദിസ് ഇസ് ദ ബാക്ക് യാർഡ്. അതാണ് നമ്മുടെ ചുറ്റുമുള്ള വീടുകൾ. ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ സ്കൈ. ബാക്ക് യാർഡ് കാണിക്കാൻ പോയ സമയത്ത് ബ്രിഞ്ചോൾ ഫ്രൈ വല്ലാണ്ട് ഫ്രൈ ആയിപ്പോയി. മൈ ഗോഡ്.
അങ്ങനെ ഫുഡെല്ലാം സെറ്റ് ചെയ്ത് കഴിക്കാൻ പോവാണ്. യൂഷ്വലി നമ്മൾ ഹാളിൽ ഇരുന്നിട്ട് TV ഒക്കെ കണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഉജി ഓൾറെഡി കഴിക്കാൻ സ്റ്റാർട്ടായി ഞാൻ ചെന്നപ്പോഴത്തേനും. ഇത് ഗാഥയാണ് ഇന്നത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്തത്. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഇപ്പൊ നമ്മള് വീട്ടിലിങ്ങനെ മടി പിടിച്ചൊക്കെ ഇരുന്നു. അപ്പൊ ഇറ്റ്സ് എ ഗുഡ് ക്ലൈമറ്റ് ഇന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്ന് പുറത്തിറങ്ങാം. അപ്പൊ ഞാനെന്റെ മുടി ഉണങ്ങിയിട്ട് കാണിച്ചില്ലല്ലോ നിങ്ങളെ. എങ്ങനെയുണ്ട്? അങ്ങോട്ട് തിരിഞ്ഞു നിക്കി. ഇന്ന് ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരും. എന്റെ ഫോട്ടോ എന്റെ പേഴ്സണൽ വീഡിയോഗ്രാഫർ എന്റെ കൂടെ ഉണ്ട്. സോ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. ദാദനെ കാണിച്ചു. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ദാദയുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 minutes ഡ്രൈവേ ഉള്ളൂ. നമ്മൾ വേറൊരു സ്ഥലത്തോട്ടാണ് വന്നത്. അതും ജസ്റ്റ് 5 minutes അപ്പുറത്താണ്. അതിൻ്റെ ഇടയ്ക്കത്തെ ഒരു സ്റ്റോപ്പാണ്. കാണാൻ നല്ല ഭംഗി. അതുകൊണ്ട് we just stopped by to watch this. ഞങ്ങളിപ്പം മറ്റൊരു സ്ഥലത്തു നിന്ന് ഹെറിംകോഫ് പ്രൊവിൻഷ്യൽ പാർക്കിൽ വന്നു. ഇവിടെ കുറച്ച് പേര് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. വലിയ തണുപ്പൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആണ്. അവിടെ ഒരു കണ്ടെയ്നർ ഇവിടെ കാണിക്കൂ. അങ്ങനെ ഒരു കണ്ടെയ്നർ ഷിപ്പൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ഫുൾ മലയിൽ വലിഞ്ഞു കയറാൻ പോവാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ ആണ്. കുറച്ചേറെ പോകാനുണ്ട്. ഞാൻ കാണിക്കാം. ഇത് ഇങ്ങനത്തെ കുറച്ച് പാറയൊക്കെ കയറി വേണം പോകാൻ. പക്ഷേ ഇറ്റ്സ് നൈസ് ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് പോവാൻ. ആകാശം കാണാൻ നല്ല രസമുണ്ട്. കുറെ ഇങ്ങനെ ജെറ്റൊക്കെ പോയിട്ട് നല്ല രസമാണ് ഈ പോകുന്ന വഴിയൊക്കെ കാണാനും. ഇങ്ങോട്ട് ഇങ്ങനെ ഒരു നാരോ സ്പേസിലൂടെയാണ് നമ്മൾ പോകുന്നത്. നല്ല രസമാണ്. ഒരിടത്ത് നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ഇതാ നല്ല സ്ഥലം. ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇതാ നല്ല സ്ഥലം. ഗൈസ് അങ്ങോട്ട് നോക്ക്. എന്ത് രസമാണ് കാണാൻ. എനിക്ക് സ്കൈ മേക്സ് മീ ഹാപ്പി. എനിക്കിത് കാണുമ്പോൾ ഫുൾ കളേഴ്സ്. ഇറ്റ്സ് റിയലി ഗുഡ്. ഞാനിങ്ങനെ വാവ്. നമ്മളിത് ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു ബ്യൂട്ടി കണ്ടപ്പം വി തോട്ട് ഓഫ് ടേക്കിൻ ഇറ്റ്. എന്നതാ അങ്ങ് ദൂരെ ഒരു ഇത് കാണുന്നില്ലേ, അതാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. അവിടെ ഈ പാറയൊക്കെ കയറി വേണം നമ്മൾ അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് നോക്ക്. ഇറ്റ്സ് സോ നൈസ്. നമ്മൾ ഈ മല കയറി വരുമ്പോൾ ടയർഡ് ആവുകയാണെങ്കിൽ ഇതാ ഇരിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട് ഈ കാട്ടിൽ. ഇത് നമുക്ക് നടക്കാൻ അത്ര സുഖമുള്ള വഴിയൊന്നുമല്ല. നമ്മളീ ലൈറ്റ് പോകുന്നതിന് മുന്നേ ഇപ്പോൾ പോയി തുടങ്ങി. അതിന് പോകുന്നതിന് മുന്നേ നമ്മൾ ആ മേളിൽ ചെല്ലാനാണ് നോക്കുന്നത്. യൂഷ്വലി ഞാനിതൊക്കെ കയറുമ്പോൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര ടയർഡ് ആവുന്ന ഞാൻ പെട്ടെന്ന്. പക്ഷേ ഇന്നിതാ ഇതൊക്കെ ഇങ്ങനെ കണ്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ നെക്സ്റ്റ് സ്റ്റോപ്പിൽ എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ പെട്ടെന്ന് നടക്കുന്നതുകൊണ്ട് ടയർഡ് ആവുന്നില്ല. സൺസെറ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഓൾമോസ്റ്റ് മുകളിലെത്താറായി. ഇവൻ പറഞ്ഞു നമ്മൾ തിരിഞ്ഞു നോക്കില്ലെന്ന്. ബിക്കോസ് നമ്മൾ ആ ഒരു വ്യൂ ഇങ്ങനെ ഇതാക്കി വെച്ചേക്കുവാണ്. മേളിൽ ചെന്നിട്ട് മൊത്തത്തിൽ കാണുമ്പോഴത്തേന് അതിന് ഭയങ്കര ഭംഗിയായിരിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് കണ്ടാൽ ആ ഒരു സസ്പെൻസ് അങ്ങ് പോകുമല്ലോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എത്തി. ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല. അതെ, ഇവിടെ കടല്, ഫ്രണ്ടില് കടല്, ബാക്കിൽ മല, സൺസെറ്റ്. ഇപ്പുറത്തെ സൈഡിലാണ് ഇതിന്റെ കളർഫുൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇതുവരെ നോക്കിയില്ല. നോക്കട്ടെ. നോക്ക്, ഫുൾ കളേഴ്സ്. കുറച്ച് ഗ്രീൻ ഉണ്ട്, പക്ഷെ സോ ബ്യൂട്ടിഫുൾ. ചെറിയൊരു കാറ്റും ഭയങ്കര സുഖം ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, ദിസ് ഇസ് എ മാജിക്കൽ ഫീലിംഗ്.
ബാക്കിൽ സീ, പിന്നെ ഇവൻ. സൺസെറ്റ് കാണാൻ വന്ന ഞങ്ങൾക്കൊരു മൂൺ റൈസും കൂടെ കാണാൻ പറ്റി, അതും ഒരു ഫുൾ മൂൺ. അതൊരു എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. മൂൺ അത്ര ബ്രൈറ്റായിട്ടാണ് നിൽക്കുന്നത്, അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കടലിൽ കാണുന്നത്. സോ ഗൈസ്, ഇറ്റ്സ് ടൈം ടു എൻഡ് ടുഡേയ്സ് വ്ളോഗ്. ആദ്യം ഇവൻ എന്നെ ജോയിൻ ചെയ്തില്ലെങ്കിലും പിന്നെ എൻ്റെ ഒരു വ്ളോഗിങ് കണ്ട് ഇൻസ്പയർ ആയിട്ട് പറഞ്ഞു എന്നെ കൂടെ ഒന്ന് കാണിക്കുമെന്ന്. സോ ഐ തോട്ട് ഓഫ് അവനെയും കൂടെ ഇരിക്കട്ടെ, ഞാൻ തന്നെ വേണം വീഡിയോ ഒക്കെ എടുക്കാൻ. ഓക്കെ. അപ്പം വിൽ ബി, ഇത് ഭയങ്കര ഒരു പൊട്ടതാണ്, വെറുതെ എന്തെങ്കിലും ചെയ്യാന്ന് ഞാൻ ചെയ്ത് പഠിക്കുക. വ്ളോഗിങ് നല്ല നല്ല സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് എടുക്കേണ്ടത്. അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഞാൻ ചെയ്ത് പഠിക്കുക. ഇവിടെ ഒന്നും ആരുമില്ല, എന്താ പറയാലോ, ഐ മീൻ അതെ. സോ വിൽ ബി ബാക്ക് വിത്ത് മോർ വീഡിയോസ്. എന്തൊക്കെ ചെയ്യണം ഈ വീഡിയോ? ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഞാൻ പറയും, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും നമ്മളോട് നമ്മുടെ ചാനല്. പോലും പറയുന്നില്ല. So guys, bye from the two of us.